ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എഗ്ലെസ് കാരമൽ കസ്റ്റർഡ് റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. എഗ്ലെസ് കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് കാരമലിൻ്റെ ഒരു ലെയർ ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യുക. കാരമൽ നന്നായിട്ട് വേണ്ടവർക്കൊക്കെ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ വരെ ചേർക്കാം. അധികം വേണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകി അത് കാരമലൈസ് ചെയ്യണം, കരിഞ്ഞു വരണം. അതുവരെ കുക്ക് ചെയ്യാം. ഇതേപോലെ ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്കിത് ഒരു ട്രെയിലേക്ക് ഒഴിക്കാം. ഈ ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് ഒഴിക്കുന്നത്. നമ്മൾ ഏത് ട്രെയിലാണോ പുഡിങ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിം ട്രെയിലേക്ക് തന്നെ ഒഴിക്കുക. മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഹാർഡാവും, അത് പ്രോബ്ലം ഇല്ല. നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കുന്നവരെ അത് മാറ്റി വെക്കുക. അപ്പോൾ എഗ്ലെസ് കസ്റ്റർഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് പാല് വേണം. ആദ്യം ഇപ്പോൾ 1.5 കപ്പ് എടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. ഈ സെയിം കപ്പിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ്. കസ്റ്റർഡ് പൗഡറിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർക്കാം. മൊത്തം നമുക്ക് വേണ്ടത് 2 കപ്പ് പാൽ. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റർഡ് പൗഡറും മിൽക്കും കൂടെ ഉള്ള മിക്സറിനകത്തേക്ക് ചേർക്കുക. ചേർത്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. കട്ട കട്ടാണ്ട് തിക്കാകുന്ന വരെ കുക്ക് ചെയ്യുക. ഇതേപോലെ നല്ല തിക്കായിട്ട് കിട്ടും. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല കൂട്ടഡായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കൂളായി കഴിയുമ്പോൾ നമ്മൾ വാനില എസൻസും ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ചേർക്കണം. അപ്പോൾ ഈ കസ്റ്റർഡ് മിക്സ്ചർ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരു ഏകദേശം 5 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. ഇപ്പോഴും ചൂടുണ്ട്. വലിയ ചൂട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അതേപോലെ ഒരു നുള്ളുപ്പ്, ഈ സ്വീറ്റ്നെസ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് സോൾട്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കസ്റ്റർഡ് മിക്സ്ചറിലേക്ക് ഇത് ഒഴിക്കാം. ചെറിയ ചൂടോടെ തന്നെ ഒഴിക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് തിക്കാവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചൂടോടെ തന്നെ നമ്മുടെ ഈ പുഡിങ് ഇനി നന്നായിട്ട് കൂളാവണം. കൂളായ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ തണുപ്പിക്കുക. നന്നായിട്ട് ചില്ലായ ശേഷം മാത്രമേ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. മാത്രം ഈ നമ്മളൊരു പുഡിങ് ഇപ്പോൾ ഈ ഒരു പാത്രത്തിലാണല്ലോ ഒഴിച്ചത്. അതിന് വേറെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള റെമക്കിൻസിലൊക്കെ ഒരു 4 റെമക്കിൻസിലൊക്കെ വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ ചില്ലിയായിട്ട് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തണുത്തു, സെറ്റായി. കണ്ട സൈഡിൽ നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനായിട്ട് കമത്തിയിടാം. ഇത് സ്ലൈസ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എഗ്ലെസ് കാരമൽ കസ്റ്റേർഡ് നമ്മൾ പറയില്ല, നല്ല പെർഫെക്റ്റ് ടെക്സ്ചറാണ് കിട്ടുന്നത്. നല്ല ഒരു ബോബ്ലി ടെക്സ്ചറാണ്. ഇപ്പോൾ നോക്കിയത് കണ്ടാൽ തന്നെ എനിക്കറിയാം ഇതിങ്ങനെ ഒരു ബോബ്ലി ടെക്സ്ചറായിരിക്കും.
എൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാം. ഇതേപോലെ കിട്ടും. നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ടൈം ഇല്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. എല്ലാ ഏജുകാർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.